സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ജൂത ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയവർക്ക് നേരെ വെടിവെച്ചത് അച്ഛനും മകനുമാണെന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ വംശജരായ 50-കാരനായ സാജിദ് അക്രം, ഇയാളുടെ മകൻ നവീദ് അക്രം എന്ന 24-കാരനുമാണ് അക്രമികൾ. ഇതിൽ 50-കാരനെ ആക്രമണത്തിന് പിന്നാലെ പോലീസ് വെടിവെച്ചു കൊന്നു. നവീദ് സാരമായ പരിക്കുകളോടെ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഓസ്ട്രേലിയയിലെ ജൂതവിഭാഗത്തെയാണ് അക്രമികൾ ലക്ഷ്യമിട്ടത്. ഭീകരരെക്കുറിച്ചും ആക്രമണത്തിനുപയോഗിച്ച ആയുധങ്ങളെക്കുറിച്ചുമുള്ള പ്രധാന വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. സംഭവസ്ഥലത്തിന് സമീപം 2 സജീവമായ ഇംപ്രവൈസേഡ് സ്ഫോടക വസ്തുക്കൾ പോലീസ് കണ്ടെത്തിയിരുന്നു. വൻ സ്ഫോടനം നടത്താൻ ഇവർ പദ്ധതിയിട്ടു എന്നതിന്റെ സൂചനയാണിത്. അന്വേഷണത്തിന്റെ ഭാഗമായി പടിഞ്ഞാറൻ സിഡ്നി പ്രാന്തപ്രദേശങ്ങളായ ബോണിറിങ്ങിലെയും ക്യാമ്പസിലെയും ഇവരുടെ താമസ സ്ഥലത്ത് സെർച്ച് വാറണ്ടുകൾ പുറപ്പെടുവിച്ചു. മരിച്ച 50 വയസ്സുകാരൻ ലൈസൻസുള്ള തോക്കുടമയാണെന്നും അദ്ദേഹത്തിന്റെ പേരിൽ 6 തോക്കുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് സ്ഥിരീകരിച്ചു. ബോണ്ടി ബീച്ചിലെ ഭീകരാക്രമണത്തിന് 6 തോക്കുകളും ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് നിഗമനം. പാകിസ്ഥാനിലെ ലാഹോർ സ്വദേശിയായ നവീദ് അക്രം സിഡ്നിയിലെ അൽമുറാദ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിയാണെന്നും ഇയാൾ ഓസ്ട്രേലിയയിലെയും പാകിസ്ഥാനിലെയും സർവകലാശാലകളിൽ മുമ്പ് പഠിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. അക്രമികൾക്ക് ഭീകരസംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുണ്ടോയെന്ന കാര്യം ഓസ്ട്രേലിയൻ ആഭ്യന്തര ഇന്റലിജൻസ് ഏജൻസിയായ ASIO അന്വേഷിക്കുകയാണ്. ISന്റെ സിഡ്നി സെല്ലുമായി കൊലയാളികളൊരാൾ 6 വർഷം മുമ്പ് ബന്ധപ്പെട്ടുവെന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ജൂതവിഭാഗക്കാരുടെ ഹനൂക്ക എന്ന ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയവർക്ക് നേരെയാണ് ഭീകരർ വെടിയുതിർത്തത്. സംഭവം ഭീകരാക്രമണമാണെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. വെടിവയ്പിൽ 3-മതൊരാൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്.